ബേപ്പൂരിലെ തോൽവി UDF ഗൗരവകരമായി പരിശോധിക്കുമെന്ന് DCC അധ്യക്ഷനും കൊയിലാണ്ടി നിയുക്ത MLAയുമായ കെ പ്രവീൺകുമാർ. 4000 വോട്ടിനെങ്കിലും UDF ഇവിടെ വിജയം പ്രതീക്ഷിച്ചിരുന്നു. ഇക്കാര്യം പരിശോധിക്കാൻ അടിയന്തരമായി പാർട്ടി നേതാക്കളുടെ യോഗം വിളിക്കും. PV അൻവറിനെ UDF ചേർത്തുപിടിക്കും. നേരത്തെ അവകാശപ്പെട്ട മിഷൻ 13 ലക്ഷത്തിന്റെ അടുത്തെത്താൻ കഴിഞ്ഞു. കോഴിക്കോട് മികച്ച വിജയം സമ്മാനിച്ച വോട്ടർമാർക്ക് നന്ദി പറയുന്നതായും കെ പ്രവീൺകുമാർ വ്യക്തമാക്കി. ബേപ്പൂരിൽ എന്ത് സംഭവിച്ചുവെന്ന് വിലയിരുത്തേണ്ട ഉത്തരവാദിത്തം മുന്നണി നയിക്കുന്ന പാർട്ടിക്കുള്ളതുകൊണ്ട് ജയം തന്നെയല്ലേ. മികവുണ്ടായില്ലെങ്കിലും ജയിച്ചാലുള്ള മികവിനെ താഴ്ത്തി പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ ഞങ്ങളുടെ കണക്കിൽ 4000 വോട്ടെങ്കിലും ജയിക്കേണ്ടതായിരുന്നു ബേപ്പൂർ. അത് പാർട്ടി പരിശോധിക്കും. ഇവിടെ വെച്ച് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ബേപ്പൂരിലെ കണക്ക് 3004 ജയിക്കുകയാണ്. എല്ലായിടത്തെയും കണക്കുകൾ കൃത്യമായി പാലിക്കപ്പെട്ടു. ചിലയിടങ്ങളിൽ ഞങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തി മുന്നോട്ട് വന്നപ്പോൾ അതാണ് UDF ഉയർത്തിപ്പിടിച്ച മതേതരത്വ നിലപാടിന് കിട്ടിയ അംഗീകാരം കൂടിയാണ് ഈ വിജയം. അല്ല, അൻവറിനെ UDF ചേർത്ത് പിടിക്കും, ഉറപ്പ്. അത് ജില്ലയിലും സംസ്ഥാനത്തും PV അൻവറിനെ UDF ചേർത്ത് പിടിക്കും.